السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربي زدنا علما. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നിങ്ങൾ സംഘാടകരിൽ നിന്ന് കേട്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട പല പരിപാടികളും ഇവിടെ നടക്കുവാനുണ്ട്. നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും നമ്മളോട് സംസാരിക്കുവാനുണ്ട്. ആളുകൾ ഉപ്പുമാവൊക്കെ കഴിച്ചിങ്ങോട്ട് വരാനുള്ള താമസം കാരണം അവരൊക്കെ എത്താനുള്ളൊരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ വിഷയം ഹദീസിൻ്റെ പ്രാമാണികത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിഷയത്തിൽ നിങ്ങളൊരുപാട്, പ്രത്യേകിച്ച് ബൈലക്സിൻ്റെ ശ്രോതാക്കൾ കൂടിയാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും എന്നതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും ആ വിഷയത്തെപ്പറ്റി അറിവുണ്ടാകും. ഇല്ലാത്തവർക്ക് ഒരുപാട് മേഖലകൾ അത് പഠിക്കാനിപ്പോൾ ഉണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അതൊക്കെ അവലംബിക്കാവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ യാത്ര ക്ഷീണവും ഉറക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും കസേരയിൽ ചാരിയിരുന്നാൽ പെട്ടെന്ന് എൻ്റെ സംസാരം അവസാനിപ്പിച്ച് ഞാനും കസേരയിൽ ചാരിയിരിക്കാൻ പോകും. അപ്പോൾ നമ്മളുടെ അടുത്ത പ്രോഗ്രാമിലുള്ള ആളുകളൊക്കെ അവിടെ മീറ്റിങ്ങിലാണ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും സഹകരിക്കണം. ഈ നിശ്ചയിച്ച സമയം വരെ നിങ്ങൾ ഉണർന്നിരിക്കുന്ന പോലെ സ്റ്റേജിലേക്കൊക്കെ നോക്കി ഇരിക്കാൻ നിങ്ങളോട് ആദ്യമേ ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഹദീസിൻ്റെ പ്രാമാണികത എന്ന വിഷയം 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ആരംഭിക്കുക. എന്താണ് ഹദീസ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമനിർദ്ദേശങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ അതാണല്ലോ. റസൂൽ ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് നൽകി നമ്മളെ തസ്കിയത്ത് നൽകാൻ വേണ്ടി, നമ്മൾക്ക് തസ്കിയത്തും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനും പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ച ദൂതൻ. ആ ദൂതനെ അനുസരിക്കണോ വേണ്ടേ എന്നുള്ളതിൽ അപ്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ആകെ വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലാണ് ഈ സമുദായം എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വാദങ്ങളും കാര്യങ്ങളൊക്കെ മുമ്പേ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണുള്ളത്. ഏത് ആൾക്കും ഗോളടിക്കാൻ പറ്റിയ രൂപത്തിൽ ഇസ്ലാമിക വൈജ്ഞാനിക രംഗം ഇപ്പോൾ ശൂന്യമാണ്. ആർക്കും പോയിട്ട് അഭിപ്രായം പറയാം. അതൊക്കെ പ്രസിദ്ധീകരിക്കാനും പബ്ലിഷ് ചെയ്യാനും ഒരു തരത്തിലില്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള മീഡിയകൾ കാത്തിരിക്കുകയാണ്. ആ അവസരത്തിലാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കൂടുതൽ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വഹി നൽകിയിട്ടുണ്ട്. എന്താ കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. എങ്ങനെയാണ് ഈ വഹി വരുന്നത്? വഹി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായി ഇറങ്ങിയ വഹി ഏതാണ്? ആ സൂറത്ത് ആദ്യത്തെ ആയത്ത് നമുക്കറിയാം. 5 ആയത്തുകളാണ് ആ സൂറത്തിലേക്ക് ഇറങ്ങിയത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയ. അപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിലുള്ളൊരു ധാരണ, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാരായണം ചെയ്ത് കൊടുക്കുന്ന ഖുർആനിൻ്റെ പേരാണ് വഹി. അതിൽ പരിമിതമാണ് വഹി എന്ന ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കിടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതാണ് ഈ ചിന്താഗതിക്ക്, അതല്ലെങ്കിൽ ഹദീസ് നിഷേധ പ്രവണതയ്ക്ക് വേരോട്ടം ലഭിക്കാനുള്ള പ്രധാന കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വഹി വിശുദ്ധ ഖുർആൻ മാത്രമാണ്, വേറൊരു സംഗതിയില്ല. അപ്പോൾ സ്വാഭാവികമായും മറ്റുള്ള കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വിഷയമൊക്കെ പരിശോധിച്ചിട്ട് ചെയ്താൽ മതിയല്ലോ. ഇതാണ് പല ആളുകളുടെയും മനസ്സിലുള്ള അവരുടെ കാഴ്ചപ്പാടതാണ്. ആദ്യമായി നമ്മൾ തിരുത്തേണ്ടത് ആ കാഴ്ചപ്പാടിനെയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാൻ, വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹു അല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബ് ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ
ഇന്നഹു അലിയുൻ ഹക്കീം. എന്താ പറയുന്നത്? ഒരു മനുഷ്യനോടും അള്ളാഹു നേരിട്ട് സംസാരിക്കുന്ന സമ്പ്രദായമില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹു സംസാരിക്കാറുള്ളത്? ഒരാളെ പറഞ്ഞേക്കും. അതാരെയാണ്? മലക്കുകളെ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് വഹിയുമായി ബന്ധപ്പെട്ട് അവതരിക്കാറുള്ളത്. അദ്ദേഹം വന്ന് വഹി കേൾപ്പിക്കും. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലേക്ക് തോന്നിപ്പിച്ചു കൊടുക്കും. രണ്ടാമത്തെ രൂപം. അതല്ലെങ്കിൽ ഒരു മറയുടെ പിന്നിൽ നിന്ന്, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അശരീരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കും, ആ പ്രവാചകൻ. ഈ 3 രൂപത്തിലാണ് അമ്പിയാക്കൾക്ക് വഹി വരാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അങ്ങനെയാണ് വഹി വന്നിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആനാവട്ടെ, പണ്ഡിതന്മാർക്കിടയിൽ അതിൻ്റെ സൂക്ഷ്മ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹദീസ് ആവട്ടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഈ രൂപത്തിൽ വഹിയായി വന്ന സംഗതിയാണ്. വിശുദ്ധ ഖുർആനും ഹദീസും ഈ രൂപത്തിൽ വന്നതാണ്. ഖുർആൻ എങ്ങനെ വഹിയായി വന്നതാണ്, ഹദീസും ഈ രൂപത്തിൽ വഹിയായി വന്നതാണോ എന്നൊരു സംശയം ചിലപ്പോൾ ആളുകൾക്ക് ഉണ്ടായി വരാം. അങ്ങനെയല്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, ഞാനൊരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുന്നത് കാണാൻ വല്ലാത്ത കൊതിയുള്ളൊരു സഹാബി ഉണ്ടായിരുന്നു, യഅല റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്നിട്ട്, ഒരു പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് മുസ്ലിമായ സഹാബി ആയിരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പുറപ്പെട്ട യാത്രയിൽ കൂടെയുണ്ട്. അദ്ദേഹം വന്നിട്ട് ഉമറുൽ ഫാറൂഖിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം, എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ്, അത് നേരിട്ട് അതിന് സാക്ഷിയാവാൻ വേണ്ടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്കുള്ള വഴിയിൽ ഒരു ടെൻറ്റിൽ വിശ്രമിക്കാൻ. ഈ സഹാബി ഇത് പറഞ്ഞ് അല്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഒരു അയറാബി അങ്ങോട്ട് കയറി വന്നു. അയറാബി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലേശം മോശമായിട്ടാണ് പറയാറുള്ളത്. അങ്ങനെയല്ല, ഗ്രാമീണരെന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഇനി ഞാൻ അയറാബി എന്ന് പറയുമ്പോൾ സഹാബിനെ അയറാബി എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പ്രയാസപ്പെടരുത്. ഒരു ഗ്രാമീണൻ എന്ന് മാത്രമേ അതിൻ്റെ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹം വന്നിട്ടുള്ളത് ഹജ്ജിനാണ്. ഇഹ്റാം ചെയ്തിട്ടുള്ളത് ശരീരം മുഴുവൻ തീബ് വാരി ഒഴിച്ചിട്ടുണ്ട്, സുഗന്ധദ്രവ്യം വാരി ഒഴിച്ചിട്ടുണ്ട്. ധരിച്ച വസ്ത്രമാണെങ്കിൽ നല്ലൊരു നീളം കുപ്പായാണ്, ജുബ്ബ. ഇങ്ങനെയാണ് ഇഹ്റാം ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇഹ്റാമിൻ്റെ വസ്ത്രം എല്ലാവരെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. റസൂലിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ജുബ്ബ ധരിച്ച് ശരീരം മുഴുവൻ അത്തർ പുരട്ടി അത്തറിൽ കുളിച്ച് വന്ന ഒരാളുടെ ഇഹ്റാമിൻ്റെ അവസ്ഥ എന്താണ്, ഇനി എന്ത് ചെയ്യണം? ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുമ്പോൾ അവിടുന്ന് വിവരണമാകും ശരീരം. ചിലപ്പോൾ ബോധം തന്നെ നഷ്ടപ്പെട്ട രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴഞ്ഞ് ഇരിക്കും, അല്ലെങ്കിൽ ആ വീഴുന്ന രൂപത്തിൽ തളർന്നിരിക്കും. ഞാനിവിടെ നോക്കുമായിരുന്നു ആരെങ്കിലും അങ്ങനത്തെ ആൾക്കാരുണ്ടോ വഹി വരുന്നത്. അങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. ഈ ചോദിച്ച് അദ്ദേഹം പുറത്ത് പോയിട്ടേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മാടി വിളിച്ചു, വേഗം വാ, ഇതാണ് വഹി വരുന്ന രംഗം. അദ്ദേഹം നോക്കിക്കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തകർച്ച കണ്ടു. അദ്ദേഹത്തിന് വളരെ വിഷമായി. റസൂലുള്ളാഹി ഉണർന്നു, ആ വഹിയിൻ്റെ ആ പിടുത്തത്തിൽ നിന്ന് മോചിതനായി. എന്നിട്ട് പറഞ്ഞു, എവിടെയാണ് ചോദ്യകർത്താവ്? നിങ്ങളുടെ ജുബ്ബ ഊരിയിട്ട് വസ്ത്രം ധരിക്കുക, നിങ്ങളുടെ ശരീരത്തിലുള്ള അത്തറ് കഴുകിക്കളയുക. ഇതെവിടെയാപ്പോൾ വന്നത്? വഹിയിലൂടെ അവതരിച്ചതാണ്. ഇങ്ങനൊരു ആയത്ത് ഖുറാനിലുണ്ടോ? നമ്മളുടെ ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്, അബ്ദുല്ലാസൊക്കെ. ഇങ്ങനെ ഒരു ആയത്ത് ഖുറാനിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്, അല്ലേ? ഖുറാനിൽ ഇങ്ങനെ ഒരു ആയത്തില്ല. എന്ത്? ഇഹ്റാമിൽ ശരീരം മുഴുവൻ അത്തർ പുരട്ടിയ ഒരാൾ അതേപോലെ ജുബ്ബ ധരിച്ചു വന്നാൽ അത് ഊരിയിട്ട് കഴുകണം എന്നൊരു ആയത്ത് ഖുറാനിലില്ല. പക്ഷേ ഇവിടെ റസൂലുള്ളാഹിക്ക് വഹി വരുന്നതിരിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ സഹാബിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഈ സംഭവമാണ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വേറെയും മുഹദ്ദിസുകൾ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നമ്മൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ പോലെ തന്നെ വരുന്ന വഹയുണ്ട്, അത് ഖുർആനിലില്ല. പിന്നെ എവിടെ ഉണ്ട്? ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ യാത്രയിൽ ദുൽഹുലൈഫയിൽ, ഇവിടെ മദീനയിൽ എത്തിയപ്പോൾ ഹജ്ജിന് പുറപ്പെടുകയാണ്, അവിടെ താമസിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രസംഗിക്കാൻ, ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രദേശത്ത് നമസ്കരിക്കുക, ദുൽഹുലൈഫയിൽ നമസ്കരിക്കുക, ഇവിടെ വെച്ച് നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുക, നിങ്ങളും കൂടെയുള്ള സഹാബികളും തൽബിയത്ത് ഉറക്കെ ചൊല്ലുക. ഈ ഹദീസുള്ളതും നേരത്തെ പറഞ്ഞ സഹീകളിലാണ്. എന്താ മനസ്സിലായത്?
നേരത്തെ വഹി വന്നു, ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്താ പറഞ്ഞത്? തൽബിയത്ത് ഉറക്ക ചൊല്ലണം. ഇത് ഖുർആനിലുണ്ടോ അങ്ങനെ ഒരു ആയത്ത്? ദുൽഹുലൈഫയിൽ നിസ്കരിക്കണം എന്നുള്ള ആയത്ത് ഖുർആനിലുണ്ടോ? ഇല്ല. അപ്പോൾ വഹി ഈ രൂപത്തിലാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഷഹീദിന്റെ പ്രാധാന്യം പറഞ്ഞിട്ട് ജിഹാദിന് ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരഘോരം പോരാടി ഷഹീദായി വീണാൽ എനിക്ക് എന്ത് പ്രതിഫലമുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ഷൈ. രക്തസാക്ഷ്യം വഹിച്ചവന് മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചു. ഒന്ന് ബ്രേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയിട്ട് പറഞ്ഞു, ഇല്ലദ്ദൈൻ, കടം പുറത്തു കൊടുക്കൂല. ഷഹീദാണെങ്കിൽ പോലും കടത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. സാറനി ബിഹൽ ജിബ്രീൽ ആനിഫ, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുക ജിബ്രീൽ വന്നിട്ട് ഇപ്പം എൻ്റെ ചെവിയിൽ പറഞ്ഞതാ. പ്രസംഗത്തിൽ ഇതുകൂടി കൂട്ടിച്ചേർക്കണം. എന്ത്? കടത്തിന് ഇളവില്ല എന്നുള്ള കാര്യം. ഇതൊക്കെ ഉള്ളത് എവിടെയാണ്? ഹദീസ് ഗ്രന്ഥങ്ങളിലാണ്. അപ്പോൾ ഖുർആനിൽ ഏത് രൂപത്തിലാണ് ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്, അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വഹിയാണ് ഹദീസിലുള്ളത്. ഈ കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സംശയങ്ങൾക്കും പരിഹാരമാണ്. ഇപ്പൊ ഹദീസ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അള്ളാഹുവിൻ്റെ വഹിയാണ്, അത് ക്രോഡീകരിച്ചതാണ്. ഈ കാര്യം പലപ്പോഴും നമ്മളുടെ ആളുകൾ ഗ്രഹിക്കാറില്ല. ഖുർആന് അതൊരു ഒന്നാം പ്രമാണം, പിന്നെ ഒരു രണ്ടാം പ്രമാണ ഹദീസ്. 1, 2, 3 എന്നൊക്കെ നമ്പർ വേണമെങ്കിൽ ഇടാം. 1 ഒരു 2, 3 കാര്യങ്ങൾ പറയുമ്പോൾ 1 എന്ന് പറയണ്ടേ, 2 എന്ന് പറയണ്ടേ, ആ രൂപത്തിലൊക്കെ വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുസരിക്കുന്ന വിഷയത്തിൽ അത് രണ്ടും തുല്യമാണ്. ഏത് രണ്ടും? ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാലും തുല്യ വിലയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അത് ഖുർആനിൽ വന്നതാണ്, അപ്പോൾ കുറച്ച് കൂടുതൽ ഗൗരവം. ഇത് ഹദീസിൽ വന്നതാണ്, അതുകൊണ്ട് അത്ര വേണ്ട. ഇങ്ങനെയുള്ള രണ്ടാം നമ്പർ അല്ല അത്. മറിച്ച് പ്രമാണത്തിൻ്റെ തെർത്തീബ്, ക്രമീകരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇതല്ല ആളുകളുടെ മനസ്സിലുള്ളത്. നിങ്ങൾ നോക്കൂ, സഹാബികൾ എങ്ങനെയാണ്? അവരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ സ്വീകരിച്ച ഒന്നാമത്തെ ആളുകൾ, ഒന്നാമത്തെ തലമുറ. അവരിലാണല്ലോ നമ്മൾക്ക് മാതൃകയുള്ളത്. എന്താ പറഞ്ഞതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് നേരത്തെ പറഞ്ഞ ഗ്രാമീണനായ 2 സഹാബികൾ കടന്നു വന്നു. തർക്കിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ഇമാം ബുഖാരി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-ലധികം സ്ഥലങ്ങളിൽ ഉദ്ധരിച്ച ഹദീസാണ് ഈ പറയാൻ പോകുന്നത്. 20ഓളം തവണ ആവർത്തിച്ച് പറഞ്ഞ വിവിധ അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം? ഒരാൾ പറഞ്ഞു, എൻ്റെ മകൻ ഇയാളുടെ വീട്ടിൽ ജോലിക്കാരനായിരുന്നു. ഇന്നബിനി കാന അലി അസീഫൻ അല ഹദ. അങ്ങനെ അയാളുടെ വീട്ടിൽ ജോലി നോക്കുന്നതിനിടയിൽ യജമാനത്തിയുമായി ഇയാൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആര്? എൻ്റെ മകൻ. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ നാട്ടുകാരോട് ആലോചിച്ചു, നാട്ടുപ്രമാണിമാരോട് ആലോചിച്ച് നോക്കി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ മകൻ എറിഞ്ഞു കൊല്ലണം. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വല്ല പ്രയാസിത്തുണ്ടോ? എറിഞ്ഞു കൊല്ലാൻ എൻ്റെ മകനോടുള്ള സ്നേഹം കാരണത്താൽ വല്ല അതിന് ഒഴിവായി കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? അപ്പോൾ ആൾക്കാർ മദ്യം പറഞ്ഞു, 100 ആട് കൊടുത്താൽ, യജമാനന് 100 ആട് കൊടുത്താൽ ഏറിൽ നിന്ന് നിങ്ങളുടെ മകൻ ഒഴിവായി കിട്ടും. ഉടനെ അയാൾ 100 ആടിനെ ഏൽപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാർത്ത എല്ലായിടത്തും പരന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതല്ല ഇതിൻ്റെ വിധി. നിങ്ങളുടെ ഭാര്യയെ എറിഞ്ഞു കൊല്ലുകയും അവരെ 100 അടി അടിച്ച് നാട് കടത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അവർ പറയാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് വിധിക്കണം. അപ്പോൾ വന്ന മറ്റേ സഹോദരനും പറഞ്ഞു, അതെ, ഇത് തന്നെയാണ് പ്രശ്നം. ഞങ്ങൾക്കിടയിൽ നിങ്ങൾ അള്ളാഹു തആലയുടെ കിതാബ് കൊണ്ട് വിധിക്കണം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅഖ്ളിയന്ന ബൈനകുമാ ബികിതാബില്ലാ, ഞാനിതാ നിങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിച്ച് വിധിക്കാൻ. ഒന്നാമത്തെ കൽപ്പന, നിങ്ങൾ വാങ്ങിയ 100 ആടിനെ മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് മടക്കി കിട്ടും. അങ്ങനെ ഒരു നിയമമല്ല. എന്നിട്ട് നിങ്ങളുടെ മകനെ 100 അടി അടിക്കുക, 1 വർഷം നാട് കടത്തുക. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, നീ
ഇവരുടെ വീട്ടിൽ ചെല്ലുക. എന്നിട്ട് അവളോട് ചോദിക്കുക, ഈ ചെറുപ്പക്കാരൻ്റെ വാപ്പ പറഞ്ഞത് ശരിയാണോ? അവൾ അങ്ങനെ വ്യഭിചരിച്ചു എന്ന് അംഗീകരിച്ചാൽ അവളെ എറിഞ്ഞു കൊല്ലുക. അങ്ങനെ ചെന്നു ചോദിച്ചു, അവൾ അംഗീകരിച്ചു, ആ സഹോദരിയെ എറിഞ്ഞു കൊല്ലുകയും ചെയ്തു. ഇവിടെ എന്താണ് നമ്മളുടെ വിഷയം? ഈ രണ്ട് സഹാബികളും വന്ന് ചോദിച്ചത് ഖുർആൻ അനുസരിച്ച് ഞങ്ങൾക്കിടയിൽ വിധിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ച വിധി, വിവാഹിതയായ സ്ത്രീയെ അവർ ദുർനടപ്പുകാരിയായാൽ എറിഞ്ഞു കൊല്ലണമെന്ന് ഖുർആനിൽ ആയത്തിലില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ അങ്ങനെ ആയത്തുള്ളത്? ഇല്ല. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാണെങ്കിലോ ചെറുപ്പക്കാരിയാണെങ്കിലും അവരെ 100 അടി അടിക്കണം എന്ന വിധി ഇസ്ലാമിലുണ്ട്, ഖുർആനിലുണ്ട്. പക്ഷെ നാട് കടത്തണം എന്നുള്ളതുമില്ല. അപ്പോൾ ഇവരാരും പറഞ്ഞില്ല ഏത് ആയത്തിലാ ഇപ്പോൾ ഉള്ള, ആ ആയത്തിൻ്റെ നമ്പറൊന്നും കുറിച്ച് തരി എന്ന് ഈ രണ്ട് സഹാബിമാരും പറഞ്ഞിട്ടില്ല. കിതാബ് അനുസരിച്ച് വിധിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി വിധിച്ചപ്പോൾ അവർ ആ കാര്യം അംഗീകരിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറയുന്നത് തന്നെയാണ് അള്ളാഹിൻ്റെ കിതാബ് എന്ന് പറയുന്നത്. അത് രണ്ടും തുല്യമാണ് എന്നായിരുന്നു ആ സഹാബികളുടെ തലമുറ മനസ്സിലാക്കിയത് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടാൻ ഇനി കൂടുതൽ തെളിവ് പറയേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ സമയം ദീർഘിപ്പിച്ചു പോകാതെ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഗൗരവം. ഈ രൂപത്തിൽ തന്നെയാണ് സഹാബികളാവട്ടെ അയിമ്മത്തുകളാവട്ടെ അവരെല്ലാം ഹദീസിനെ നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പല ചിന്താഗതിക്കാരും കടന്നുകൂടി. അവരെ മൊത്തത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അഹ്ലുൽ അഹ്വാഇ വൽ ബിദഅ എന്നാണ്. അനാചാരത്തിൻ്റെയും തോന്നിയാസത്തിൻ്റെയും കക്ഷികൾ, അതിൽ ഉൾക്കൊള്ളുന്നവരാണ് ഈ ചിന്താഗതിക്കാർ മുഴുവൻ. സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ജീവിക്കണം, അത് ഇസ്ലാം ദീനിനെ വളച്ചൊടിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഹദീസിലാണ് എതിരായ കാര്യം വന്നതെങ്കിൽ ആ ഹദീസിലേക്ക് ഇങ്ങനെ നോക്കുക, എന്നിട്ട് അതിനെന്തെങ്കിലും കുറവ് പറയാം. ഇനി ആയത്തിലാ വന്നതെങ്കിലോ ആയത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാം അതിൻ്റെ ദലാലത്ത് ലന്നിയാണ് എന്നാ പറയാം. അതായത് വിദ്യാർത്ഥികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആയത്തിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതല്ല, നേർക്കുനേരെ നിങ്ങൾ പറയുന്ന അർത്ഥമാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ മാന അതല്ല എന്ന് പറയാം. അപ്പോൾ ഇവർക്ക് പറ്റാത്ത ഒരു കാര്യം ഖുർആനിൽ വന്നിട്ടും കാര്യമില്ല, ഹദീസിൽ വന്നിട്ടും കാര്യമില്ല, അവർ അംഗീകരിക്കൂല. അതാണ് ഇവരുടെ മൊത്തത്തിലുള്ള യഥാർത്ഥത്തിലുള്ള അവരുടെ ശൈലി. ഖുർആനിലൊരായത്തിൽ നമ്മളിപ്പോൾ വിവാദമായ വിഷയത്തിൽപ്പെട്ട ഒന്നാണ് സിഹർ. മുമ്പേ വിവാദമാണ്, എപ്പോഴും വിവാദമാണ്. ഖുർആനിലൊരായത്ത് ഓതി കേൾപ്പിച്ച് നോക്കൂ, അവരംഗീകരിക്കും. അവർ പറയും നിങ്ങൾ പറഞ്ഞാലല്ല അതിൻ്റെ അർത്ഥം, അത് സിഹർ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് അംഗീകരിക്കൂല. അതേ കാര്യം പറഞ്ഞ ഹദീസ് പറഞ്ഞാലോ, അപ്പോൾ അവർ ഈ പറഞ്ഞ ന്യായമല്ല പറയല്, അതിൻ്റെ സനദിൽ ഇന്ന കുഴപ്പമുണ്ട്, അതല്ലെങ്കിൽ ഖുർആനെതിരാന്ന് പറയും. അപ്പോൾ ഖുർആനിൽ സിഹർ ഉണ്ടെന്ന് പറഞ്ഞതോ അത് നിങ്ങൾ പറഞ്ഞ സിഹറല്ല. ഈ രൂപത്തിൽ ഇസ്ലാം ദീനിന് കീഴ്പ്പെടാതിരിക്കുക, അതിനെന്തെങ്കിലും ഒരു ദുർന്യായം പറയുക എന്നുള്ളതാണ്. അത്തരക്കാരെ പറ്റി അല്പം മനസ്സിലാക്കൽ ഈ സന്ദർഭത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായി നമ്മൾക്ക് അത്തരക്കാരുടെ പ്രധാന വീക്ഷണങ്ങളിലേക്കൊന്ന് കിടക്കാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അനുസരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? നിരവധി ആയത്തുകളിലൂടെ. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. എന്താ പറഞ്ഞത്? സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൈകാര്യകർത്താക്കളെയും. അപ്പോൾ റസൂലിനെ അനുസരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് റസൂലിനെ അനുസരിക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിര്യാണ ശേഷം ഹദീസ് അംഗീകരിക്കലാണ് എന്ന് പറഞ്ഞാൽ അവർ പറയും അതിൻ്റെ ഉദ്ദേശം അതല്ല. അത് കഴിഞ്ഞിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാരെ അനുസരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു സങ്കല്പം ഉണ്ടല്ലോ, നൊഴിഞ്ഞ് കയറിയ ആൾക്കാർ, ഓട് പൊളിച്ചിറങ്ങിയ ആൾക്കാർ, ഇങ്ങനെയൊക്കെ കടന്നുകൂടിയ നേതാക്കന്മാരെ അനുസരിക്കാൻ പറഞ്ഞ പോലെ തന്നെയാണ് ആരെ അനുസരിക്കാൻ പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഖുർആനിനും ഹദീസിനും അല്ല, ഖുർആനിനെതിരല്ലെങ്കിൽ നേതാക്കന്മാരെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക. ഇതാണ് അവരുടെ ന്യായം. സത്യത്തിൽ അതല്ല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല. നിങ്ങൾ ശ്രദ്ധിക്കണം ശരിക്ക്. അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക. വ അത്തിഉർ റസൂല, നിങ്ങൾ റസൂലിനെയും അനുസരിക്കുക. വ ഉലിൽ അംരി മിൻകും. നേരത്തെ പറഞ്ഞത് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ അത്തിഉ ഉലിൽ അംരി മിൻകും എന്നല്ല പറഞ്ഞത്. പിന്നെയോ വ ഉലിൽ അംരി മിൻകും. മുഫസ്സിറുകൾ പറഞ്ഞു
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതായി വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു തആല ആ ക്രിയ നിങ്ങൾ അനുസരിക്കുക എന്ന പദം ആവർത്തിച്ച് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ഖുർആനിനോട് താരതമ്യം വെച്ച് പരിശോധിക്കേണ്ട ആവശ്യമില്ല, അത് പ്രത്യേകമായി തന്നെ പ്രമാണമാണ്. എന്നാൽ ഉലിൽ അംരി മിൻകും എന്ന് മാത്രം പറഞ്ഞു, അവിടെ അതാ എന്നുള്ള പദം പ്രയോഗിച്ചില്ല. കാരണം എന്താ? ഉലിൽ അംറിനെ അനുസരിക്കേണ്ടത് ഖുർആനിലും ഹദീസിലും വന്ന കാര്യത്തിന്റെ വിഷയത്തിലാണ്. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഖമുദ്രയാണ്. അഹ്ലുസുന്നയെയും ബിദ്അത്തിന്റെ ആളുകളെയും വേർതിരിക്കുന്ന വരമ്പ് അവർ ഒന്നുകിൽ നേതാക്കന്മാരെ അന്ധമായി അനുകരിക്കും, അല്ലെങ്കിൽ പറഞ്ഞതൊന്നും കേൾക്കൂല. എന്നാൽ അഹ്ലുസുന്നയോ നേതാക്കന്മാരെ അനുസരിക്കും ഇസ്ലാം ദീനിൽ വന്ന വിഷയത്തിൽ, അല്ലാത്തതിൽ അനുസരിക്കൂല. ഇതാണ് അഹ്ലുസുന്നയുടെ പ്രത്യേകത. അപ്പോൾ അത്തിയുർ റസൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരൊഴുക്കം മട്ടില് നേതാക്കന്മാരെ അനുസരിക്കാൻ പറഞ്ഞ രൂപത്തിലല്ല. അങ്ങനെ തന്നെയാണ് സഹാബികളൊക്കെ മനസ്സിലാക്കിയത്. മുൻഗാമികളായ അയിമ്മത്തുകൾ മനസ്സിലാക്കിയത് അവരുടെ ജീവിതം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഒരു ഹദീസ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അലൈഹി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ മതവിധി ചോദിക്കാൻ പല വിഷയങ്ങളും ചോദിച്ചിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ആ തഖൂലു ബിഹാദ, നിങ്ങളുടെ അഭിപ്രായം തന്നെയല്ലേ? ഇത് കേട്ടപ്പോൾ ഇമാം ഷാഫിഈ കോപിച്ചു. ആ റായിത്തനി സുന്നാറൻ അഖ്റുജു മിൻ കനീസ, നീ എന്നെ വല്ല കനീസയിൽ നിന്ന് ഇറങ്ങി വരുന്നതായി കണ്ടിട്ടുണ്ടോ? ഒരു ലോഹയൊക്കെ ധരിച്ച് ഒരു വലിയ ബെൽറ്റൊക്കെ കെട്ടി ഞാൻ വല്ല കനീസയിൽ നിന്നും വരുന്നത് എന്തെങ്കിലും നീ കണ്ടിരുന്നോ? ഈ രൂപത്തിലുള്ള ചോദ്യം എന്നോട് ചോദിക്കാൻ എന്താ ചോദ്യം? ഹദീസിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായമാണോ എന്ന് ചോദിച്ചതിനാണ് ഇമാം ഷാഫിഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കണമെന്ന വിഷയത്തിൽ ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അരിസാലയിൽ പറയാൻ, അജ്മഅത്തിൽ ഉമ്മത്തു അലാ അന്ന മൻ ഇസ്തബാന ലഹു സുന്നത്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഒരു വിഷയത്തിൽ ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് അയാൾക്ക് ഒഴിവാകാൻ ഒരു ന്യായവുമില്ല എന്ന വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന് ഇജ്മാ ഉണ്ട്. ഇപ്പോഴത്തെ മുസ്ലിങ്ങളല്ല ഉദ്ദേശിച്ചത്, കഴിഞ്ഞുപോയ മുസ്ലിങ്ങളെ, അവർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. റസൂൽ എന്നൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിന് വേറെ ദുർന്യായം പറയാം. എന്താ ദുർന്യായം? അത് വലിയ അത്ഭുതകരാണ്. ഒന്നാമത്തേത് ഖുർആനിനെതിരാണ്. ഒരു ഹദീസ് അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞ കക്ഷികൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പറയും, ഇത് ആയത്തിനെതിരാണല്ലോ. അത് തന്നെയാണ് എല്ലാ ആൾക്കാരും പറയാറുള്ള ന്യായം. എല്ലാ ആൾക്കാരും പറയുന്ന ന്യായം തന്നെയാണ്, അത് ഖുർആനിനെതിരാണ്. ഉദാഹരണത്തിന് ഏറ്റവും പിഴച്ച കക്ഷികളാണ് നമുക്കറിയാവുന്ന ചില കക്ഷികളുണ്ട്. ഖവാരിജികള്, ഖദരിയാക്കള്, മുർജിയാക്കള്, ജഹമികള്, ഇവരുടെയൊക്കെ വിശ്വാസം നമുക്കറിയാം. ഉദാഹരണത്തിന് ജബരികള്, അവർ പറയണത് മനുഷ്യന്മാരെ പ്രവർത്തിച്ചൊരു കാര്യമല്ല, ഇതൊക്കെ അള്ളാഹ് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ പോവും. അതുകൊണ്ട് നമ്മൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഒന്നുകിൽ സ്വർഗ്ഗമുണ്ട്, അള്ളാഹ് എന്താ എഴുതിയ അതുണ്ട്. ഇതാണ് അവരുടെ വീക്ഷണം. എന്താ തെളിവ്? ഖുർആനിലെ ആയത്ത്, വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ എന്ത് വിചാരിക്കണമെങ്കിലും അള്ളാഹ് ആദ്യം വിചാരിക്കണം. അപ്പോൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ലല്ലോ, അള്ളാഹ് ആദ്യം വിചാരിച്ചിട്ടല്ലേ നടപ്പുള്ളൂ. അപ്പോൾ പിന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞ കൽപ്പന, അതൊക്കെ ഈ ആയത്തിനെതിരാണ്. അതുകൊണ്ട് നമ്മളുടെ മദ്ഹബ് ഇന്നതാകുന്നു എന്ന് പ്രസ്താവിച്ച ജബരികൾ, അവർക്ക് തെളിവെന്താണ്? ആയത്ത്. അപ്പോൾ ഹദീസിൽ റസൂലുള്ളാഹി അമൽ ചെയ്യാൻ പറഞ്ഞതോ പ്രോത്സാഹിപ്പിച്ചതോ അതൊക്കെ ഈ ആയത്തിനെതിരാണ്. ഒറ്റ ഉദാഹരണം പറയാൻ, വേറെ വിഭാഗമുണ്ട് ഖദരിയാക്കള്, അവർ പറയണത് ഇങ്ങനെ സംഗതി തന്നെ അല്ല എന്നാണ്. നേരത്തെ ജബരിയാക്കൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്ത്? അല്ലാഹു തആല അങ്ങനെ എഴുതി വെച്ചിട്ടുമില്ല, വിധിച്ചിട്ടുമില്ല, നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടും. വന്നൽ അമ്ര ഉൻഫുൻ, കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുകയാണ്, നമ്മൾ നടത്തുന്നതിനനുസരിച്ച് അടുത്ത കാര്യം ഉണ്ടാവുന്നു, അത്രയേ ഉള്ളൂ. എന്താ തെളിവ്? ഖുർആനിലുള്ള ആയത്ത് തന്നെ, വമാ തുജ്സൗന ഇല്ലാ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനത്തിന് അങ്ങക്ക് പ്രതിഫലം കിട്ടുന്നത്, അല്ലാതെ അള്ളാഹ് വിധിച്ചുകൊണ്ടല്ല എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹിൻ്റെ ഔദാര്യാണ് സ്വർഗം, നിങ്ങൾ അള്ളാഹിൻ്റെ ഔദാര്യം പ്രതീക്ഷിക്കണം, ഖൗഫ് വേണം, റജാവ് വേണം. അതൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഈ ആയത്തിനെതിരാണ്. ഏതായത്തിന്? നിങ്ങൾ ചെയ്തതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ആയത്തിന് എതിരാണ്. അതുകൊണ്ട് അവരുടെ വാദവും ഖുർആൻ തന്നെ അവർക്ക് തെളിവ്. ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ വിശ്വാസപരമാവട്ടെ കർമ്മപരമാവട്ടെ ഏത് വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായ കക്ഷികൾക്ക് തെളിവ് ഈ രൂപത്തിലുള്ള ന്യായങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഉദാഹരണം പറയാം.
ആക്കി നിസ്കരിക്കുക. യാത്രക്കാർക്ക് ജമ്മും കസറും ആക്കാം, യാത്രക്കാർക്കും അല്ലാത്ത മറ്റു ചില ആളുകൾക്കും ജമ്മാക്കിയിട്ട് നിസ്കരിക്കാം. നമ്മളൊക്കെ ഇപ്പോൾ അതെല്ലാവരും ചെയ്തതാണ്. ഇപ്പോൾ ഈ യാത്രയിൽ ഹനഫി മദ്ഹബിൽ പല പണ്ഡിതന്മാരും ജമ്മാക്കി നിസ്കരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവരുടെ പ്രധാന ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള അതാണ്. ജമ്മ് എന്തില്ല, ഇസ്ലാമിലില്ല. എന്താ ന്യായം? അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അല്ലാഹു തആല നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത് സമയബന്ധിതമായിട്ടാണ്. അപ്പൊ ഹദീസിൽ പറഞ്ഞിട്ടുള്ള റസൂലുള്ളാഹി ജമ്മാക്കിയിട്ടുണ്ട്. അത് ഈ ആയത്തിനെതിരാണ്. ആയത്തിനെതിരായ ഹദീസ് സ്വീകരിക്കൂല. അവരുടെ കിതാബിൽ പറഞ്ഞ ന്യായമാണ്. എത്ര ഹദീസിൽ വന്നിട്ടുണ്ട് റസൂലുള്ളാഹി ജമ്മാക്കി നിസ്കരിച്ചത്? അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഖുർആനെതിരാണ്. ഈ കാര്യങ്ങൾ നമ്മളുടെ നിലപാടും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ പ്രമുഖ പ്രസിദ്ധാലയമായ യുവത പ്രസിദ്ധീകരിച്ച, ഇപ്പോൾ വയസ്സായിട്ടുണ്ട്, ഈ പേരുള്ള കാലത്ത് യുവതയായിരുന്നു, അവർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ സുന്നത്തും മദ്ഹബുകളും എന്ന പേരിൽ കേരളത്തിലെ വലിയ ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. അതിൻ്റെ 23-ാമത്തെ പേജിൽ ഈ വിഷയം കൊടുത്തിട്ടുണ്ട്. എന്താ? ജമ്മാക്കി നിസ്കാരം. ഹനഫി മദ്ഹബ് ഈ ഹദീസിനെ നിഷേധിക്കുന്നു. എന്താ പറയുന്നത്? ഹനഫി മദ്ഹബ് ഈ ഹദീസിനെ നിഷേധിക്കുന്നു. ഏത് ഹദീസിനെ? ഖുർആനെതിരെ വന്ന ഈ ഹദീസിനെ. അപ്പൊ ഹനഫി മദ്ഹബുകാർ അവർക്ക് തോന്നിയ രൂപത്തിൽ ഖുർആനിൽ വന്നൊരു വിഷയത്തെ പിന്തുടരുകയും ഖുർആനെതിരായി എന്ന് അവർക്ക് തോന്നിയ കാര്യത്തെ അവർ ഹദീസിൽ വന്നാലും അംഗീകരിക്കുകയും ചെയ്താൽ അതിന്റെ പേരെന്താണ്? ഹദീസ് നിഷേധം. അതാണ് പറഞ്ഞത്. ഹനഫി മദ്ഹബ് ഈ ഹദീസിനെ നിഷേധിക്കുന്നു. ആ പുസ്തകത്തിലുള്ളതാണ്. എന്നിട്ട് ഈ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരാക്ഷേപിക്കാൻ പല സ്ഥലത്തും ചോദിച്ചത് ഇസ്ലാം ദീനിന് എതിര് പറയാൻ ഉണ്ടാക്കിയതാണോ ഈ മദ്ഹബ് എന്നാണ് അതിലുള്ള ചില പ്രയോഗങ്ങൾ. എഴുത്തുകാരൻ്റെ പേര് ഇപ്പം ഞാൻ പറയണില്ല, പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക. എന്താ പറയാനുണ്ടായ കാരണം? അവർ പറഞ്ഞു ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് സമയബന്ധിതമായിട്ടാണ് നിസ്കാരം, ഞങ്ങളത് യാതൊരു കാരണത്താലും മാറ്റൂല. ജമ്മാക്കാൻ പറഞ്ഞതൊക്കെ ഹദീസിൽ വന്നതാണ്, അത് ഖുർആനെതിരാണ്. ഈ ന്യായം പറഞ്ഞ ആൾക്കാരെ നമ്മൾ വിളിച്ച പേരെന്താണ്? ഹദീസ് നിഷേധി. ഇപ്പൊ ഇതേ ന്യായം ഒരാൾ പറഞ്ഞാൽ നമ്മളവരെ പറഞ്ഞാൽ കണ്ടോ, ഹദീസ് നിഷേധി എന്ന് വിളിക്കണ്. ഹദീസ് നിഷേധി ആവണമെങ്കിൽ ഹദീസ് ഒന്നും സ്വീകാര്യമല്ല എന്ന് പ്രസ്താവിക്കണം. ഉദാഹരണത്തിന് ആര് പോലെ? ആ JCB കൊണ്ട് കിട്ടാത്ത ആളുണ്ടായില്ലേ, അയാളെയൊക്കെ പോലെ ഒറ്റ ഹദീസും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഹദീസ് ശരിയാവുള്ളൂ. അത് പുതിയ വാദമാണ്. പഴയ വാദം അങ്ങനെയല്ല. ഈ രൂപത്തിൽ തന്നെ ഹദീസിനെ തള്ളിപ്പറഞ്ഞാൽ അവരെ ഹദീസ് നിഷേധി എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. അപ്പൊ ഖുർആനെതിരാന്ന് പറഞ്ഞതിന്റെ അവസ്ഥയത്. രണ്ടാമത്തത് ബുദ്ധിക്കെതിരായാൽ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. കേട്ടാ വിചാരിക്കുമ്പോൾ ഐൻസ്റ്റൈൻ ന്യൂട്ടൻ, എന്താ ഉള്ള പേര്, ഐസക് ന്യൂട്ടൻ, അയാളെക്കാട്ടിലൊക്കെ വിവരല്ലേ ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഓരോ ബുദ്ധിയൊക്കെ അവരുടെ കൂടെ നടന്നാൽ നമുക്ക് അറിയാൻ പറ്റും. പച്ച മിസ്കിമാരാന്നുള്ളതല്ല, അതിന്റെ അങ്ങേ അറ്റത്തിന്റെ ആൾക്കാരാ. അത്തരത്തിലുള്ളൊരു പുസ്തകമായി തന്നെ ആയിക്കോട്ടെ. എനിക്ക് എന്നോട് ഇങ്ങനെ പറയരുത് പല ആൾക്കാരും പറയുന്നതുകൊണ്ട് അത് പറയാത്ത പിടിച്ചു വെക്കുകയാണ്, അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട്. എന്താണെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അബരിദു ബിൽ ളുഹർ, നിങ്ങൾ വേനൽക്കാലത്ത് ളുഹർ പിന്തിപ്പിച്ച് നിസ്കരിക്കുക. ഉഷ്ണ മേഖലാ പ്രദേശങ്ങളിലൊക്കെയാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയുള്ളത്. അപ്പോൾ ഇമാം ഷാഫി പറഞ്ഞു ഈ കൽപ്പന ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കാണ്. കാരണം ഇപ്പോൾ ഇവിടെ അറിയാൻ പറ്റും, നിങ്ങളിപ്പോൾ ളുഹറിന് പോകുമ്പോൾ നോക്കിയാൽ മതി, ഉച്ച കഴിഞ്ഞാൽ നേല് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾക്ക് ഇതിലുള്ള വരമ്പിൻ്റെയും അല്ലെങ്കിൽ മതിലിൻ്റെയും മരത്തിൻ്റെ ഒക്കെ തണലിലൂടെ നടക്കാൻ പറ്റും. നട്ടുച്ച നേരത്താണെങ്കിലോ നേല് പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല, നേല് അതിൻ്റെ തലമ തന്നെയാണല്ലോ. അപ്പോൾ ഹദീസിൽ വന്നിട്ടുണ്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി, എന്നാൽ തണലുണ്ടാവും ആൾക്കാർക്ക് വരാൻ. ഇങ്ങനെ ചില പണ്ഡിതന്മാരെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. എന്തിന്? റസൂലുള്ള ളുഹർ അല്പം പിന്തിക്കണം എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനാണ്. ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നല്ല വ്യാഖ്യാനാണല്ലോ, ബുദ്ധിക്ക് വല്ല എതിർപ്പുണ്ട് ആ വിഷയത്തിൽ. അങ്ങനെ ഇമാം ഷാഫി അത് പറഞ്ഞു. ഇയാൾ ഇതും കൊടുത്തിട്ടുണ്ട് ഹദീസിൽ. ഈ പുസ്തകത്തെ കൊടുത്തിട്ട് പറയാണ് ഇമാം ഷാഫി ഹദീസിനെ നിഷേധിക്കുന്നു. ഏത് ഹദീസിനെ? ളുഹർ പിന്തിപ്പിക്കണ്ടെന്ന് പറഞ്ഞു, അപ്പൊ തന്നെ നിസ്കരിക്കാന്ന് പറഞ്ഞതാണ്. എന്തോ ഒരു കഷ്ടം. ഇമാമിങ്ങൾ ബുദ്ധി പ്രയോഗിച്ചാൽ അപ്പോൾ അതിനെ എതിർത്തു. ഈ രൂപത്തിലുള്ള ബുദ്ധിയുടെ ആൾക്കാരാണ്. പിന്നെ ഞാനത് വിമർശനം നിങ്ങൾ പിന്നെ അത് വിചാരിക്കരുത്, നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ബുദ്ധിയുടെ ആയ അളക്കാൻ വേണ്ടിയിട്ട്. ഒരു മുഹദ്ദിസ് പറയാണ്
ഹദീസിൽ വന്നിട്ടുണ്ട്, നായ ഒരു പാത്രത്തിൽ തലയിട്ടാൽ 7 പ്രാവശ്യം കഴുകണം. അതിലൊരു പ്രാവശ്യം മണ്ണുകൊണ്ട്. നിങ്ങളൊക്കെ ഏത് പ്രാവശ്യം, എത്രാം പ്രാവശ്യമാണ് മണ്ണുകൊണ്ട് കഴുകുക? നിങ്ങൾക്കൊരു ഓപ്ഷൻ തരികയാണ്. 7 പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകണം. നിങ്ങൾ എത്രാമത്തെ പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകുക? ആദ്യത്തെ പ്രാവശ്യം, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 6, 7ാമത്തെ പ്രാവശ്യം നിങ്ങൾ മണ്ണുകൊണ്ട് കഴുകുമോ? എന്നാൽ ഇതിൻ്റെ 10ാമത്തെ പേജിൽ പറയാണ്, ഈ ബുക്കിൻ്റെ എന്താ പറയണതെന്ന് അറിയോ? നായ പാത്രത്തിൽ തലയിട്ടാൽ. ഹനഫി മദ്ഹബ് പറഞ്ഞു, ഈ ഹദീസിൽ പറയുന്നത്, ഇദാ വലൽ കൽബു ഫി ഇനാഇ അഹദികും ഫൽയഗ്സിൽ ഹാ സലാസൻ. ചില റിപ്പോർട്ടുള്ളത് 3 പ്രാവശ്യം കഴുകാനാണ്, ദുർബലമായ റിപ്പോർട്ടാണ്. ചിലതിലുള്ളത് 7 പ്രാവശ്യം കഴുകാനാണ്. ചിലതിലുള്ളത് 8 പ്രാവശ്യം കഴുകിയ ആദ്യത്തിൽ മണ്ണുകൊണ്ട്, വേറെ ചിലതിലുള്ളത് 7 പ്രാവശ്യം കഴുകിയ അവസാനത്തെ മണ്ണുകൊണ്ട്. അപ്പൊ ഹനഫി മദ്ഹബ് പറഞ്ഞു, ഈ ഹദീസ് മുത്തരിബാണ്. ഈ ഹദീസ് ഒന്നങ്ങനെ പറയാം, ഒന്നിങ്ങനെ പറയാം, അതുകൊണ്ട് നമുക്ക് ഈ ഹദീസ് വേണ്ട. അവർ മാറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്ര കഴിക്കോളി. നായ തലയിട്ടാൽ ശുദ്ധിയായത് എപ്പോഴാണ് എനിക്ക് ഉറപ്പ് വരുന്നത്? 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, ഇല്ലെങ്കിൽ 50 പ്രാവശ്യം എന്നാൽ 50 പ്രാവശ്യം കഴിക്കോളി എന്ന് ഹനഫി മദ്ഹബ് പറഞ്ഞു. ഈ ഇബാറത്ത് എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം പറയാണ്, ഹനഫി മദ്ഹബ് ഈ ഹദീസിനെ നിഷേധിക്കുന്നു. പിന്നെ എന്താ സുന്നത്ത്? സുന്നത്ത് നായ തലയിട്ടാൽ 7 പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകുക, 8ാമത്തെ പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകുക. ഇപ്പൊ രണ്ടും ഉഷാറായി, ബുദ്ധിയും കിട്ടി, ഹദീസും കിട്ടി. അപ്പൊ ഒരു റിവായത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്, എന്ത് 8ാം പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകുക എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ മായന ഉദ്ധരിച്ചതാണ്. അതായത് 8 പ്രാവശ്യം കഴുകുക എന്ന് പറയാൻ കാരണം 7 പ്രാവശ്യം, ഒരു പ്രാവശ്യത്തിൽ മണ്ണും വെള്ളം കൂടിയാണല്ലോ, അങ്ങനെ 8ആക്കി പറഞ്ഞത് ആ ഉദ്ധരിച്ച റാവി. പക്ഷെ അത് എടുത്ത് പറയാണ്, എന്ത് ഹനഫി മദ്ഹബുകാർ ഇതിനെ എതിർത്ത കാരണത്താൽ ഇവർ ഹദീസ് നിഷേധികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. അത് ഇവർ നിഷേധിക്കുമ്പോൾ നിങ്ങൾ ഈ ഹദീസിനെ എതിർക്കരുത് പറഞ്ഞാൽ ഇത് ഹദീസ് നിഷേധമല്ല, ഇത് ഹദീസ് നിരൂപണമാണ്. ഞങ്ങളൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ്, നിങ്ങൾ വിവരമില്ലാതെ വയറുന്തി നടക്കുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇത് ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. ഇങ്ങനെയുള്ള ഒരു 25 പറയാൻ ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ ഇഷ്ടപ്പെടുന്നത്? അത് സഹിയാണെങ്കിലും വേണ്ടില്ല, ലൈഫാണെങ്കിലും വേണ്ടില്ല, അത് പ്രമാണം. നമുക്ക് ഇഷ്ടപ്പെടാത്തതോ അത് ഏത് ആയത്തിൽ വന്നിട്ടും കാര്യമില്ല, അത് നമ്മൾ തള്ളിക്കളയാം. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ മർമ്മം. അതുകൊണ്ട് രോഗം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ രോഗം ഹവയാണ്, മനുഷ്യൻ്റെ മനസ്സിലുള്ള തിന്മയാണ് കാണുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയും ഉൾക്കൊള്ളാനുള്ള വിമുഖത, അത് യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഈ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൊണ്ട് പറഞ്ഞാൽ ആ കാര്യം സഹാബികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ ചെവികൾ കൂർപ്പിച്ച് കേൾക്കാറുണ്ടായിരുന്നു റസൂൽ എന്നൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ. ഇന്നോ അങ്ങനെയൊക്കെ ഹദീസിലൊക്കെ വന്നിട്ടുണ്ടാവും. ഒരാൾ ചോദിക്കുകയാണ്, പിന്നെ വൈകുന്നേരമായ കുട്ടികളെ പുറത്ത് വിടാൻ പാടില്ല എന്ന് ഹദീസിലുണ്ടല്ലോ, പിശാച് ഉപദ്രവിക്കും. ഇതുവരെ കഴിഞ്ഞു പോയ തലമുറൻ്റെ ഒന്നും പിശാച് ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഉപദ്രവിക്കില്ല, നിങ്ങൾ വിട്ടേക്ക് എന്ന് പറയാൻ ധൈര്യം കാണിക്കുക ആളുകൾ, പണ്ഡിതന്മാർ. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും ഉണ്ടാകുന്ന ഒരു തലമുറയിലുള്ള ആളുകൾ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെയാണ് അവർ വളർന്നു വരിക. പണ്ട് അറാബി പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂട്ടത്തിലെ കുട്ടികൾ വളർന്നു വരുന്നത് അവൻ്റെ വാപ്പ ചെയ്ത് കണ്ടിട്ടാണ്. നമ്മളുടെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, മൊല്ലാക്ക നിന്ന് പാത്തിയാൽ മൂത്രമൊഴിച്ചാൽ കുട്ടികൾ നടന്നോ മരത്തുമലൊക്കെ കയറിയിട്ട് വയ്ക്കും. അത് തന്നെയാണ് അവസ്ഥ. അങ്ങനെയാണ്, ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ അങ്ങനെ പ്രതികരിക്കും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ഹദീസ്, അതിൻ്റെ നിലവാരം എന്താണ് എന്ന് നമ്മൾ പൂർണ്ണമായും ആ കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഏതെങ്കിലും ആളുകളെ വിമർശിക്കാൻ വേണ്ടിയോ അവരെ ഇകഴ്ത്തി പറയാനോ വേണ്ടിയുള്ള ഒരു വിഷയം നൽകല്ല. ഇതിൻ്റെ ഗൗരവം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മളത് പറയേണ്ടത്. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചത് ആ കാര്യങ്ങളാണ്. ഹദീസുകളെ വിമർശിച്ച ഏത് തലമുറയിലുള്ള ആളുകൾക്കും അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. ഒന്നുകിൽ ബുദ്ധിക്കെതിരായി എന്ന് പറയാം, അല്ലെങ്കിൽ ആയത്തിനെതിരായി എന്ന് പറയാം, അതല്ലെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയാം. അതിൻ്റെയൊക്കെ ഉദാഹരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. അഭിപ്രായ വ്യത്യാസത്തിൻ്റെയൊക്കെ അവസ്ഥ
ഹദീസിൽ കാണാൻ പറ്റും, ഒരാൾ മരിച്ചു, നമ്മൾക്ക് ജനാസയിൽ നിസ്കരിക്കാനും പങ്കെടുക്കാനും സാധിച്ചില്ല. എന്നാൽ പിന്നെയുള്ള സുന്നത്ത് ആ കവറിൻ്റെ അടുത്ത് പോയി നിസ്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവി വൃത്തിയാക്കിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. രാത്രി തന്നെ സഹാബികൾ അവരെ മറവ് ചെയ്തു. രാവിലെ റസൂൽ ചോദിച്ചു, എവിടെ പോയി നമ്മളുടെ ആ പയ്യൻ? അപ്പോൾ അവർ പറഞ്ഞു, അവൻ മരിച്ചു, ഞങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ അല്ല ആദൻ തുമൂനി, നിങ്ങൾ എന്നെ ആ വിവരം അറിയിച്ചില്ല, അയാളുടെ കവർ എനിക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാണിച്ചു കൊടുത്തു. റസൂൽ അവിടെ പോയി നിസ്കരിച്ചു. ഇതാണ് അതിനുള്ള തെളിവ്. എന്നാൽ ചില മദ്ഹബുകളിൽ ഇത് സുന്നത്തല്ല. അവർ ഈ ഹദീസിൽ ഇഖ്തിലാഫ് ഉണ്ട് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം എന്താ അറിയോ, അതിൻ്റെ ചില റിവായത്തിലുള്ളത് ഗുലാമ് എന്നാണ്. ഇപ്പം ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ അർത്ഥം, കാന ഗുലാമൻ യക്കുമ്മു മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ കമാ ഖാൽ, റസൂലിൻ്റെ പള്ളി വൃത്തിയാക്കാറുള്ളായിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നാണ്. വേറെ ചില റിപ്പോർട്ടിൽ ഒരു പെൺകുട്ടിയാണ് തക്കുമ്മുൽ മസ്ജിദ്, പള്ളി വൃത്തിയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ വ്യത്യാസമായില്ലേ? ഒരു സ്ഥലത്ത് പറയാം ഒരാണായിരുന്നു പള്ളി വൃത്തിയാക്കിയിരുന്നത്, വേറൊരു ഹദീസ് പറയാം ഒരു പെണ്ണാണ് ഹദീസ് വൃത്തിയാക്കിയത്. അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ കാരണത്താൽ ഖബറിൻ്റെ അടുത്ത് നിസ്കരിക്കുക എന്നുള്ളത് വിലക്കിയ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിനെതിരെയാണ് ഈ ഹദീസ് കൊണ്ട് നമ്മൾ മാറ്റി വെക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി വിമർശിക്കുക. ഖബറിൻ്റെ അടുത്ത് നിസ്കരിക്കുന്ന സുന്നത്തിനെ ഈ മദ്ഹബ് നിഷേധിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പുസ്തകത്തിലുണ്ട്. അങ്ങനെ തന്നെയാണ് പ്രസംഗിക്കാറുള്ളതും. എന്താ ഒരു ന്യായം പറഞ്ഞത്? ഒരു സ്ഥലത്ത് തക്കുമ്പൂ എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് യക്കുമ്പൂ എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞു, വേറെ സ്ഥലത്ത് ചെറുപ്പക്കാരി എന്ന് പറഞ്ഞു. ഇനി ഇതേ വിഷയം നമുക്ക് പറ്റാത്തൊരു ഹദീസിൽ വന്നാലോ? ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്നൊരു ഹദീസ് ഉണ്ട്. നമ്മളുടെ നാട്ടിൽ പല ജാതി ക്രൂഡോത്തരുണ്ട്, അതിനെപ്പറ്റിയല്ല പറയുന്നത്. റസൂലുള്ളാഹിൻ്റെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ഹദീസ് ശരിക്കും മനസ്സിലാക്കി അറിയാൻ പറ്റും. ആ രൂപത്തിലാണ് നമ്മളുടെ മനസ്സിൽ സിഹർ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ അത് കണക്കൂട്ടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നാട്ടിൽ പ്രചാരത്തിലുള്ള രൂപത്തിൽ. അതിന് പറഞ്ഞത് ഒരു യഹൂദ പയ്യൻ ചെയ്തു. വേറൊരു ഹദീസിലുള്ളത് അൻസാരികളിൽപ്പെട്ട ഒരു പയ്യൻ ചെയ്തു എന്നാണ്. അപ്പോൾ തെളിവായി എന്ത്? ഈ ഹദീസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. കാരണം എന്താ? ഒരു റിവായത്തിൽ യഹൂദൻ എന്നാ പറഞ്ഞിട്ടുള്ളത്, വേറെ റിവായത്തിൽ അൻസാരി എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹദീസ് തള്ളണം, കാരണം ഹദീസിൽ സ്വീകാര്യതല്ല, ഈ റാവിമാർക്ക് പിന്നെ വിശ്വസ്തതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതേ ന്യായം നേരത്തെ ഹദീസിൽ വന്നപ്പോഴോ പള്ളി വൃത്തിയാക്കുന്ന ചെറുപ്പക്കാരൻ, പള്ളി വൃത്തിയാക്കുന്ന ചെറുപ്പക്കാരി എന്ന് പറഞ്ഞപ്പോഴോ ഒരു പ്രശ്നമല്ല, കാരണം നമ്മൾക്ക് യോജിപ്പുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥ പ്രശ്നം. നമ്മൾക്ക് യോജിപ്പുണ്ടോ എന്നാൽ സ്വീകരിക്കുക, യോജിപ്പില്ലേ എന്നാൽ തള്ളിക്കളയുക. അങ്ങനെ നോക്കിക്കളഞ്ഞാൽ പിന്നെ ഇസ്ലാം ദീനിൽ വല്ലതും ഉണ്ടാവും. ഓരോരുത്തരുടെ ബുദ്ധി ചിന്ത അനുസരിച്ച് തള്ളാൻ തുടങ്ങിയാൽ. ഇന്നലെ ഞങ്ങൾ യാത്രയിൽ ഇപ്പോൾ നമുക്കറിയാലോ നിസ്കാരത്തിൻ്റെ ഒക്കെ റക്കായത്തിൻ്റെ എണ്ണം. സുബൈക്ക് ഇപ്പോൾ എത്രയാണ്? 2 റക്കായത്താണ്. ഇന്നിപ്പോൾ ഇമാമ് മസ്ജിദിൻ്റെ പോലെ ദീർഘമായിട്ട് ഓതി സുന്നത്തനുസരിച്ച്. അങ്ങനെ എല്ലാ ദിവസവും ഓതാം, അന്ന് മാത്രം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? എന്താ ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച മാത്രം ആക്കേണ്ട കാര്യം? ളുഹറിന് 4 റക്കായത്ത് ധൃതി പിടിച്ച സമയത്ത് എത്രണ്ണാണ്? 4 എണ്ണം. അസറിന് 4, മഗ്രിബിന് 3. എന്താ ഇപ്പോൾ ഇതിലൊക്കെയുള്ള യുക്തി? ഒന്നുമില്ല. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജമ്മാക്കി നിസ്കരിക്കുക. ഇന്നലെ ഉണ്ടായ അനുഭവം, ഞങ്ങൾ പുറപ്പെട്ടത് 3 മണിക്കാണ് ജിദ്ദയിൽ നിന്ന്. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറിന് നല്ല ഉന്മേഷമുള്ള സമയമാണ്, നല്ല പിന്നെ സ്പീഡിൽ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്ർ ബാങ്ക് കൊടുത്തു. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിലെ പല മുഖലിസീങ്ങളും വണ്ടി നിർത്തണം, അസ്ർ നിസ്കരിക്കാനെന്ന് പറയാൻ തുടങ്ങി. ശരിക്കും അസ്ർ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ 5 മണി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, വണ്ടി നിർത്തണം നിസ്കരിക്കാൻ. അങ്ങനെ 5:30 ആയപ്പോൾ ഇയാൾ നിർത്തി. ഞങ്ങൾ നിസ്കരിച്ചു, അല്പം വിശ്രമിച്ചു, വണ്ടി കയറി. അപ്പോഴേക്കും മഗ്രിബിൻ്റെ സമയമായല്ലോ. അപ്പോൾ മുമ്പത്തെ അനുഭവം വെച്ച് ഇയാൾ സൈഡാക്കാൻ പോവാണ്. മഗ്രിബിന് വാങ്ങി കൊടുത്തപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നിസ്കരിക്കണം, നമുക്ക് ജമ്മാക്കി നിസ്കരിക്കാം, മദീനത്ത് എത്തിയിട്ടാണ് നിസ്കരിക്കണതെന്ന്. അപ്പോൾ അയാൾ വെച്ചാൽ അപ്പം നമുക്ക് അസർ കൂടി ജമ്മാക്കിയാൽ പോരായിരുന്നു എന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈവർ അറബിയാ. അപ്പോൾ ഞാൻ പറഞ്ഞു അസർ ജമ്മാക്കാൻ പറ്റൂല. അതിലയാളെന്നോട് ദേഷ്യപ്പെട്ടു. അസർ മഗ്രിബിൻ്റെ ഒപ്പം ജമ്മാക്കാൻ പറ്റില്ല എന്നോ? ഞങ്ങളൊക്കെ സുബൈയാണ് ദുഹറിൻ്റെ ഒപ്പം ജമ്മാക്കല്. പിന്നീടപ്പോൾ അസർ മഗ്രിബിക്ക് ജമ്മാക്കണത് കുറെ തർക്കിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ജമ്മാക്കാൻ പറ്റൂല. പക്ഷെ ഞാനതിന് കുടുങ്ങുകയാണ് ചെയ്തത്. ജമ്മാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞുകൊണ്ട് പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് പറയാനുള്ളൂ. ഇയാളുടെ ന്യായ ശരി,
കാരണം വണ്ടിയൊക്കെ ഓട്ടി തളർന്ന് കിടന്നിട്ട് സുബൈ പിന്നെ ലോഹറിനൊപ്പം ജമ്മാക്കണേ, എനിക്കിപ്പോൾ എന്താ അസർ മഗ്‌രിബിൻ്റെ ഒപ്പം ജമ്മാക്കണേ എന്നാണ് മൂപ്പരുടെ ചിന്ത. സത്യത്തിൽ അതും ജമ്മില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അസറും ലോഹറും ജമ്മാക്കാം, തഖ്ദീമോ തഖീറോ ആക്കാം, മഗ്‌രിബ് ഇശയും ജമ്മ് തഖ്ദീമോ തഖീറോ ആക്കാം. മൂപ്പർക്കത് ഉൾക്കൊണ്ടിട്ടില്ല. ഇനിയിപ്പോൾ മടക്കത്തിൽ വേണമെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്, മാറ്റി വെച്ചിരിക്കുകയാണ് വിഷയം. അയാളുടെ ബുദ്ധി ഇപ്പം അതാ മൂപ്പർക്ക് കണ്ടത്. മൂപ്പരുടെ ജോലി സൗകര്യാർത്ഥമൊക്കെ അതാണ് മൂപ്പർക്ക് പിന്നെ ന്യായമായി തോന്നുന്നത്. ഈ രൂപത്തിൽ ഓരോരുത്തരുടെ ബുദ്ധിക്ക് അനുസരിച്ചാണ് വിട്ടുകൊടുത്താൽ, ഇപ്പം നേരത്തെ നമ്മൾ കേട്ടു ഓരോ ബുദ്ധിൻ്റെ അവസ്ഥ. ഇതൊരു തമാശയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എവിടെ പിന്നെ നമ്മളുടെ ആളുകളൊന്നും കാണില്ല. മഹാന്മാരായ പണ്ഡിതന്മാർക്ക് പോലും ഈ രൂപത്തിലുള്ള പിന്നെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഉദാഹരണത്തിന് ഇതൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരെ പറ്റി പറയാലോ. ഒരാളുടെയും ബുദ്ധിയിലേക്ക് നമ്മളുടെ മതത്തെ അള്ളാഹു തആല വിട്ടുതന്നിട്ടില്ല. മറിച്ച് അള്ളാഹുവാണ് ശരീഅത്ത് ഉണ്ടാക്കുന്ന ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് നിയോഗിച്ചിരിക്കുകയാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ എതിരായിക്കൊണ്ട് ഒരാളുടെ അഭിപ്രായത്തിൽ ഇസ്ലാം ദീനിന് വിലയില്ല. അത് എത്ര വലിയ ഇമാമാണെങ്കിലും. ഒരു വലിയ ഇമാമാണ് ഇമാം ഇബ്നു ഹസം. അദ്ദേഹം ലാഹിരി മദ്ഹബുകാരനാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ യബൂലന്ന അഹദുക്കും ഫിൽ മാഇർ റാകിദി സുമ്മ യഗ്തസിലു മിൻഹു. നിങ്ങളാരും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത്, പിന്നെ അതിന് കുളിക്കരുത്. നിങ്ങൾ കേട്ടു, നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഒക്കെ പൈപ്പും സംവിധാനമൊക്കെ ആണെങ്കിലും മുമ്പ് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടിൽ പോയിട്ട് മൂത്രമൊഴിക്കുക, പിന്നെ അതിൽ തന്നെ ചാടിയോ കോരിയൊക്കെ കുളിക്കുക. അത് പാടില്ല. അപ്പോൾ ഈ മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയാണ്, റസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിച്ചിട്ട് അതിന് കുളിക്കരുത് എന്നല്ലേ. അപ്പോൾ ഒരു പാത്രത്തിലോ പാളയിലോ ഒക്കെ മൂത്രമൊഴിച്ച് അയക്ക് മറിച്ചാൽ പിന്നെ ഇത് കുളിക്കാൻ കുഴപ്പമില്ല. ഇദ്ദേഹമാണ് ഒരുപാട് ഹദീസുകളെ ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞ് തള്ളിയ ഒരു പണ്ഡിതൻ. ലാഹിരി മദ്ഹബിലെ ഇമാമാണ്. ഒരു ഇമാമാണ്, നിലയും വിലയൊക്കെ ഉള്ള മനുഷ്യനാണ്. പക്ഷെ അത് അവിടെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത് അത് സ്വീകരിക്കുക. അതല്ലാതെ ആളുകളുടെ ബുദ്ധിക്കനുസരിച്ചാണ് ദീനെങ്കിൽ, ഇപ്പം ഈ ബിദഅത്തിൻ്റെ ഒക്കെ കോലം നമ്മൾക്കറിയാലോ. എവിടുന്നാ ബിദഅത്ത് കടന്നു വരാറുള്ളത്? ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് ദീനുണ്ടാക്കും. അപ്പോൾ മലപ്പുറത്തുള്ള നേർച്ചയാവില്ല മഞ്ചേരി ഉണ്ടാവുക, അതാവില്ല ഈജിപ്തിലുണ്ടാവുക. ഓരോരുത്തർക്ക് തോന്നുന്ന ദിവസം ആവില്ല. ഇവിടെ റബീഉൽ ആഖിർ 10-നായിരിക്കും, വേറെ സ്ഥലത്ത് വേറെ ദിവസമായിരിക്കും. ഇതേപോലെ ആയിരിക്കും ദീന്. എന്നാൽ അല്ലാഹു തആല അവതരിപ്പിച്ച മതം അങ്ങനെയല്ല. അത് ഏത് പ്രദേശത്തും ഒന്നാണ്, എല്ലാവർക്കും ഒന്നാണ്, മുൻഗാമികൾക്കും അവസാന കാലഘട്ടക്കാർക്കും ഒന്നാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുകയുണ്ടായത്, മുആറദത്തു അഖ്വാലിൽ അംബിയാഇ ബിആറാഇർ റിജാൽ വതഖ്ദീമി ദാലിക അലൈഹി മിൻ ഫിഅലിൽ മുകദ്ദിബീന ലിർറുസുൽ ബൽ ഹുവ ജിമാഉ കുല്ലി കുഫ്രിൻ. എന്താ പറഞ്ഞത്? ആളുകളുടെ അഭിപ്രായം കൊണ്ട് അമ്പിയാക്കളുടെ വാക്കുകളെ എതിർക്കുക. റസൂൽ എന്നൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്മിറ്റിയിൽ പാസ്സായിട്ടില്ലല്ലോ എന്ന് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നപ്പോൾ നമ്മളുടെ പണ്ഡിതന്മാരൊന്നും കേട്ടിട്ടില്ലേ? നിങ്ങളിപ്പോൾ ഒരു ഹദീസായിട്ട് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുക. റസൂലുള്ളാഹിന്റെ ഹദീസിലൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരൊന്നും ഇങ്ങനെയല്ലല്ലോ പറയണത്, വൈദ്യശാസ്ത്ര രംഗത്ത് പിന്നെ ഇങ്ങനെയല്ല തെളിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാ. ഈ പ്രവർത്തനം അത് ഫിഅലുൽ മുകദ്ദിബീന ലിർറുസുൽ, അമ്പിയാക്കളെ നിഷേധിച്ച ആളുകളുടെ സ്വഭാവമാണ്. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ അതിന് വിലങ്ങി വേറെ എന്തെങ്കിലും പറയാന്നുള്ളത് അവിശ്വാസികളായ ആളുകളുടെ സ്വഭാവമാണ്. മാത്രമല്ല അദ്ദേഹം ഷെഹർസ്ഥാനിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അതാണ് ജിമാഉ കുല്ലി കുഫ്രിൻ, കുഫറിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇതാണ്. ഏത്? പ്രവാചകന്മാരൊരു കാര്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുക. അത് ആരുടെ സ്വഭാവമാണ്? അവിശ്വാസികളുടെ സ്വഭാവമാണ്. ഈ കാര്യം നമ്മൾ ശരിയായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചതാവട്ടെ, ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചതാവട്ടെ, ആ കാര്യം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിക്കുക. ഒരിക്കൽ ഒരു സ്ത്രീ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസൂദിനോട് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഖുർആനിൽ, അതല്ലെങ്കിൽ ആ സ്ത്രീ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ സ്ത്രീകൾ മുടി നീട്ടുന്നതിന്, അതായത് മുടി പിടിപ്പിക്കുന്നതിന്, വാസില, അതേപോലെ തന്നെ പുരികം പ്ലക്ക് ചെയ്യുന്നതിനൊക്കെ എതിർക്കുന്നതായി ഞാൻ അറിഞ്ഞു.
നിങ്ങൾക്ക് എവിടുന്നാണ് അത് എതിർക്കാനുള്ള രേഖ? അത് ഖുർആനിലെ ആയത്തിലുണ്ടോ, അതല്ല ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്നൊരു സ്ത്രീ വന്നിട്ട് സഹാബിയോട് ചോദിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അത് ഖുർആനിലും വന്നിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. ഖുർആനിലുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഖുർആൻ ഒരു അറ്റം മുതൽ അറ്റം വരെ പഠിച്ച ആളാണല്ലോ, ഇങ്ങനൊരു ആയത്ത് ഞാൻ ഖുർആനിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നീ ഖുർആനിൽ കണ്ടിട്ടുണ്ടോ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ എന്ന ആയത്ത്? അവർ പറഞ്ഞു അതെ. എന്താ അതിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക, അതല്ലാതെ മറ്റൊന്നും സംസാരിക്കുകയില്ല എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ കാര്യം ഇതുപോലെ തന്നെയാണ്, അള്ളാഹിൻ്റെ വഹിയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹിൻ്റെ കിതാബിലുള്ളത് പോലെ തന്നെയാണ് എന്ന് വ്യക്തമാക്കി കൊടുത്തു. എന്നിട്ട് ഹദീസും പറഞ്ഞു കൊടുത്തു. അവരത് അംഗീകരിച്ചു. ഇത് ഇവിടെ ഉണർത്തുന്നത് നമ്മൾ ആ കാര്യം സഹാബികളും ഇസ്ലാമിലെ ആദ്യ തലമുറയും ഏത് രൂപത്തിൽ മനസ്സിലാക്കി എന്ന് നമ്മൾ പഠിക്കുകയും ആ രൂപത്തിൽ വിലയിരുത്തുകയും ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നമ്മളോട് പറഞ്ഞ എൻ്റെ നോട്ടും തീർന്നിട്ടുണ്ട്. നമ്മളുടെ അടുത്ത സെഷൻ ആരംഭിക്കാൻ 5 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ ആ സമയം വരെ എന്നോട് തന്നെ തുടരാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതിൻ്റെ ഗൗരവത്തിലേക്ക് അപ്പോൾ ഒന്നുകൂടി തിരിച്ചു വരാൻ എന്നോട് പറഞ്ഞിരുന്നത് 1/2 മണിക്കൂറാണ്. അപ്പോൾ ആ രൂപത്തിലാണ് ഞാൻ എൻ്റെ സംസാരം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളുടെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ഏത് രൂപത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ അഹ്ലുൽ അഹ്വാഇൻ്റെ ആളുകൾ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്ത് നമ്മൾ പഠിച്ചു അല്ലേ? അവർക്ക് പല രൂപത്തിലുള്ള താല്പര്യങ്ങളും ചിന്തകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവർ കൈകാര്യം ചെയ്തെന്ന് വരാം. നമ്മൾ ഏത് രൂപത്തിലായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്? എന്താണ് നമ്മളുടെ അയിമ്മത്തുകൾ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്? അതിലേക്ക് നമുക്ക് വരാം. ഹദീസിലൊരു കാര്യം പറഞ്ഞാൽ എന്തായിരുന്നു ഇമാമിങ്ങൾ ആ വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാട് എന്ന് ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ അർ-റിസാല എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അർ-റിസാല എന്ന കിതാബിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ആളുകൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു സംഗതിയാണ് വിശ്വാസ കാര്യങ്ങൾക്ക് ഹദീസ് പ്രമാണമല്ല എന്നൊരു ചിന്താഗതി. അതിപ്പോൾ അടുത്ത് വന്നതാണ്. സുന്നികൾ അല്ലെങ്കിൽ അഹ്ലുസുന്ന എന്ന് പറയുന്ന കക്ഷിയിൽപ്പെട്ട ആളുകൾ അവർക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ്. അടുത്ത കാലത്ത് നമ്മളുടെ നാട്ടിൽ പുറത്തിറക്കുന്ന ഒരു പ്രമുഖ വാരിക, അതിൽ വന്നൊരു ലേഖനം അല്ലെങ്കിൽ അതിൽ വന്ന ചോദ്യോത്തരം, ഉത്തരം പറയുന്ന ആളെ പേര് മുജീബ് എന്നാണ്. പിന്നെ പത്രത്തിൻ്റെ പേര് പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ. മുജീബിന് ചില മറുപടികൾ വല്ലാതെ അത് പിന്നെ വായിച്ചു നോക്കുമ്പോഴേ കലക്കിയിട്ടുണ്ടാ എൻ്റെ മറുപടി തോന്നുമ്പോൾ അത് പിന്നെ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കും. ഇത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ആളുകൾക്ക് ലൈബ്രറിയിലും ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നൊരു ചോദ്യമാണ്, പുനഃപ്രസിദ്ധീകരിച്ചതാണ്. എന്താ ചോദ്യം? ചില ഹദീസുകൾ കൊടുത്തുകൊണ്ട് പറയാണ്, ഇന്ന ഹദീസുകളിലൊക്കെ വിഷയത്തിൽ വന്ന അഭിപ്രായ വ്യത്യാസമാണല്ലോ വിശ്വാസികൾക്കിടയിൽ അഖീദയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ മുജീബിൻ്റെ മറുപടി കുറേ നീട്ടിപ്പരത്തി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, സത്യത്തിൽ അങ്ങനെ ഒരു ഹദീസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഏതൊക്കെ ഹദീസ് സ്വീകരിക്കണം സ്വീകരിക്കണ്ട എന്ന വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിടയിൽ ആ വിഷയത്തിലൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണ്? ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ അഖീദയാണ്. ആ അഖീദയൊന്നും ഹദീസിൽ വന്നിട്ടില്ല, അതൊക്കെ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. ഖുർആനിൽ അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്ന വിഷയങ്ങളാണ് അഖീദയുടെ അവലംബം. ഹദീസിൽ ഇനി അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നിങ്ങൾ ഭിന്നിക്കേണ്ട ആവശ്യമില്ല. കാരണം വിശ്വാസ കാര്യങ്ങൾ മുഴുവൻ ഖുർആനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹദീസിൽ വന്ന കാര്യങ്ങളൊന്നും, ഹദീസിൽ വന്ന അഖീദ വിഷയങ്ങളൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന് പച്ചയായി പറഞ്ഞിരിക്കുകയാണ് ഈ ലേഖനത്തിലൂടെ. അവരുടെ പ്രവർത്തനത്തിൽ അത് കാണാറുണ്ട് നമ്മൾ. അതേപോലെ തന്നെ മറ്റൊരു സംഗതിയാണ്, വിശ്വാസ കാര്യങ്ങൾക്ക് ഈ ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ കടന്നു വരാറുള്ള മേഖല കൂടിയാണത്. മുത്തവാത്തിറായ ഹദീസിൽ വന്ന വിശ്വാസങ്ങൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കറിയാലോ ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ ഈമാനിൽ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിൽ, പിന്നെ അങ്ങോട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ വിശദ വിവരങ്ങൾ എവിടെയാണ് വന്നിട്ടുള്ളത്? ഹദീസുകളിലാണ്. ആ സംഗതികൾ മുത്തവാത്തിറായി വന്നാൽ, മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ പിന്നെ
പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞിട്ടുണ്ട്. അതിന് പറഞ്ഞ നിർവചനം എന്താണെന്നറിയുമോ? അത് ഭയങ്കര തമാശയാണ് സത്യത്തിൽ. കളവ് പറയാൻ സാധ്യതയില്ലാത്ത, തെറ്റു പറയാൻ സാധ്യതയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അതേപോലെയുള്ള മറ്റൊരു സംഘത്തിൽ നിന്ന് നിവേദനം ചെയ്യാം. അങ്ങനെ നമുക്ക് കിട്ടുന്നത് വരെ റിവായത്ത് ചെയ്യാം. അപ്പം എന്തായി മാറി? ഹദീസ് മുത്തവാത്തിറായി മാറി. ഇങ്ങനെയുള്ള ഹദീസിൽ വന്നത് മാത്രമേ അഖീദക്ക് പ്രമാണമായി അംഗീകരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള വല്ല ഹദീസ് ഉണ്ടോ? പരിശോധിച്ച് നോക്കിയാൽ ഒന്നും മുത്തവാത്തിറല്ല. അപ്പോൾ സത്യത്തിൽ നേരത്തെ പറഞ്ഞ അതേ വാദം തന്നെയാണ്. വിശ്വാസ കാര്യങ്ങൾ പറയാൻ വേണ്ടി, അഖീദ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി നമ്മൾ ഹദീസ് പ്രമാണമാക്കേണ്ടതില്ല എന്ന് പറയുന്ന വാദത്തിലേക്കാണ് അത് യഥാർത്ഥത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അതിൻ്റെ ആ നിരർത്ഥകത നമ്മൾക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ വാദത്തിൻ്റെ മർമ്മം അഖീദ നമ്മളുടെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. നോട്ടീസിലേക്കും എൻ്റെ സംസാരത്തിലേക്കും ഒരുമിച്ച് ശ്രദ്ധിക്കുക. നോട്ടീസിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ പിന്നെ സംസാരിക്കുന്ന ആൾക്ക് പ്രയാസം ഉണ്ടാക്കും. അതവിടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ പിന്നെ അവിടെ പ്രദർശിപ്പിക്കുക. അയച്ചു കൊണ്ടുപോകില്ല. ഞാൻ എൻ്റെ സംസാരം ഇപ്പോൾ അവസാനിപ്പിക്കും, പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, മുത്തവാത്തിറായ ഹദീസിലൂടെ വന്ന കാര്യം വിശ്വസിക്കാൻ പാടുള്ളൂ. എന്നാൽ കർമ്മത്തിനോ അതിന് പിന്നെ മുത്തവാത്തിറാവണമെന്നില്ല. ഏത് ഹദീസിൽ വന്നാലും സഹിയായ സ്വീകരിക്കാം. ഇത്തരക്കാരുടെ വൈരുദ്ധ്യം നിങ്ങൾ ശരിക്കും മനസ്സിൽ തട്ടാൻ വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മളൊക്കെ നമസ്കാരത്തിൽ അത്തഹിയാത്ത് ചൊല്ലും, സലാത്ത് ചൊല്ലും. പിന്നെ അവസാനത്തെ അത്തഹിയാത്തിലുള്ള ഇരുത്താണെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് സുന്നത്തിലാണ്. പല കാര്യത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാനും കാവലിനെ തേടാനും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന് ഖബറിലെ ശിക്ഷ, മസീഹു ദജ്ജാൽ, ഫിത്നത്തുൽ മഹിയ വൽ മമാത്ത്, ജീവിച്ചിരിക്കുന്ന സമയത്തും മരണത്തിൻ്റെയും ഫിത്നകളിൽ നിന്നുള്ള കാവലിനെ തേട്ടാണ്. ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാരൊക്കെ അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിസ്കാരത്തിൻ്റെ ബാബിൽ ഇത് പറയും. ഈ നിഷേധിച്ച ആൾക്കാരും. കാരണം എന്താണ്? കർമ്മപരമായ വിഷയത്തിന് മുത്തവാത്തിറല്ലാത്ത ഹദീസുകൾ സ്വീകരിക്കാമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണത് പറഞ്ഞിട്ടുള്ളത്. വിശ്വാസ കാര്യങ്ങൾക്കോ, ഉദാഹരണത്തിന് ദജ്ജാലിന് വരുമോ? ദജ്ജാൽ എന്ന് പറഞ്ഞൊരു സൃഷ്ടി വരാനുണ്ടോ? അത് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമല്ല. കാരണം അങ്ങനെ ഒരു മുത്തവാത്തിറായ ഹദീസ് വന്നിട്ടില്ല. എന്നാൽ അത്തഹിയാത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് പ്രാർത്ഥിക്കാം. കാരണം കർമ്മമാണല്ലോ. അപ്പോൾ ഈ പ്രാർത്ഥിച്ചതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ ഖബറിലെ അദാബിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ. അത് വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ അത്തഹിയാത്തിൽ പറയുന്ന കാര്യം വിശ്വസിക്കാൻ പാടില്ല, പ്രവർത്തിക്കാം. അതായത് നല്ലൊരു മുനാഫിക്കായിട്ട് ചെറുപ്പത്തിലെ വളർന്നു വരികയാണ്. അള്ളാഹിന്റെ മുന്നിൽ വിശ്വാസമില്ലാത്ത കാര്യം, ഉറപ്പില്ലാത്ത കാര്യം. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന ഉറപ്പോടുകൂടി ഭയത്തോടും പ്രതീക്ഷയോടും ഈമാൻ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാതെ ചെയ്യാനാണ്. ഈ രൂപത്തിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ, ഇതിലെ ചില മേഖലകൾ മാത്രമാണ് എനിക്ക് സ്പർശിക്കാൻ പറ്റിയിട്ടുള്ളത്. മറ്റൊരുപാട് സംഗതികളുണ്ട്. ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ ശാസ്ത്രം തെളിയിക്കാത്ത കാര്യങ്ങൾ ഹദീസിൽ വന്നാൽ അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ശാസ്ത്രം തെളിയിച്ചു എന്നവർ പറയുന്ന കാര്യങ്ങൾ അതിനെതിരായി ഹദീസിൽ വല്ലതും വന്നാൽ അത് തള്ളിക്കളയുക തുടങ്ങിയ ഒരുപാട് പിന്നെ രസാവഹമായ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമത്തോടു കൂടി മാത്രമേ അത്തരം കാര്യങ്ങൾ പറയുവാനും വായിക്കുവാനും പറ്റുകയുള്ളൂ. ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഹദീസ് നിരൂപണത്തിൻ്റെ മറവിൽ ഹദീസ് നിഷേധികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ അടുത്ത സെഷനിലെ ആളുകളൊക്കെ അൽഹംദുലില്ലാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വിഷയം വളരെ പരിമിതമായ ഈ സമയത്തും ഈ സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെയൊക്കെ അവസരത്തിൽ ചെറിയ രൂപത്തിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നെനിക്കറിയാം. വളരെ ആഴത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ഇത് പഠിക്കേണ്ടതുണ്ട്. കാരണം ഏത് കൊച്ചുകുട്ടിയും ഹദീസിൽ വന്ന കാര്യങ്ങൾ ഇത്തരം നിരീശ്വര വാദത്തിൻ്റെ വക്താക്കളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം വക്താക്കളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ആ സംശയങ്ങൾ മാത്രം പഠിച്ചു വെക്കുകയും അത് ഏത് സദസ്സിൽ വെച്ചും പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്, ചെറിയ കൊച്ചുകുട്ടികൾ വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് പഠിക്കുകയും അത് പിന്നെ നമ്മളുടെ കുട്ടികൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. പണ്ഡിതന്മാർ അത്തരം വിഷയങ്ങളെ പറ്റി ഫിഖ്ഹുൻ നവാസിൽ എന്നാണ് പറയാറുള്ളത്.
വളരെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത്യാവശ്യമായി പഠിക്കേണ്ട വിഷയങ്ങൾ അതിൽപ്പെട്ടൊരു വിഷയമാണിത്. തുടർന്ന് പഠിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഘാടകർക്ക് ഈ അവസരം തന്നതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ സംസാരത്തിന് അല്ലാഹു ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.